വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ സത്യാമ്മയുടെ വീട്ടിലേക്കല്ലേ മാഡം എന്നിങ്ങനെ അനുപല്ലവി ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. തുടർന്ന് മാഡം എന്തോ വലിയ ചിന്തയിലാണല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എവിടെയെങ്കിലും ഒരു നങ്കൂരം ഇടണം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ മാഡം പോസിറ്റീവായിട്ടുള്ള തീരുമാനം എടുത്തുമില്ലേ, അത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കല്യാണ ജീവിതത്തെക്കുറിച്ച് മുൻപത്തെ പ്രണയത്തെക്കുറിച്ചും ഒക്കെ അവർ അനുപല്ലവി ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇതേസമയം കമലിനാണെങ്കിൽ കമലിൻ്റെ ബൈക്ക് വഴിക്ക് വെച്ച് കേടാവുകയാണ്, സ്റ്റാർട്ടാക്കിയിട്ടൊന്നും സ്റ്റാർട്ട് തുടർന്ന് കമലിനാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ സത്യഭാമ വന്ന് വരാൻ പറഞ്ഞതൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എന്താടാന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു, നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങിയിട്ട് വരാം, ഇടയ്ക്ക് വഴിക്ക് വെച്ച് വണ്ടി ഒന്ന് കേടായി, ബൈക്ക് പഞ്ചറായി എന്നൊക്കെ പറയുമ്പോൾ കറങ്ങാനോ, ഞാനിവിടെ ആകെ പെട്ടിരിക്കുകയാണെന്നിങ്ങനെ വിഷ്ണു സങ്കടത്തോടെ സംസാരിക്കുകയാണ്. അന്നേരം എന്താ ആശാനേയും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു കല്യാണാലോചനയെ പറ്റി, ഇന്ന് അതിൻ്റെ പെണ്ണ് കാണലാണെന്ന് പറയുമ്പോൾ കമലൻ പെട്ടെന്നങ്ങ് പറയുകയാണ് അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന്. അന്നേരം നീ എന്താടാ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴും പറയാതിരുന്നാൽ അതും തെറ്റ് തന്നെയാണ്, ആശാൻ എപ്പോഴും ഏട്ടത്തിയമ്മയെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഏട്ടത്തിയമ്മയെ അവിടെയും ഇവിടെയും വെച്ച് കണ്ടു എന്ന് തോന്നുന്നത്. ആശാൻ്റെ ജീവിതത്തിൽ ഏട്ടത്തിയമ്മയ്ക്ക് പകരം ഒരു പെൺകുട്ടി വന്നേ മതിയാകൂ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് സങ്കടം കൊണ്ട് ആണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു കൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. വിഷ്ണുവിന് കലിയൊക്കെ വരികയാണ്. പക്ഷേ കമലിനങ്ങ് പറയുന്നുണ്ട്, തുറന്ന് പറയുകയാണ് പിന്നെ ഞാൻ എന്താ കൂട്ടുകാരനെന്നും പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം, ആശാൻ്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് തന്നെയാണ്, ഒരു കല്യാണം വേണം എന്നൊക്കെ പറയുമ്പോഴും വിഷ്ണുവിനങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് എരച്ച് കയറുകയാണ്. വിഷ്ണു ആണെങ്കിൽ ആ ഫോൺ അങ്ങ് വലിച്ച് താഴേക്ക് എറിയുമ്പോൾ കമലിനിങ്ങനെ ഫോണിങ്ങനെ ചെവിയിലെടുത്തുന്ന ആ സൗണ്ട് കേട്ട് ഇങ്ങനെ മാറ്റുന്നുണ്ട്. അന്നേരം ആശാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, എന്നാലും ഉള്ള കാര്യം പറയണ്ടേ എന്നിങ്ങനെ കമല വിചാരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യത്തിൽ തന്നെയാണ്, ഇങ്ങനെ പോയാൽ ആശാന് വട്ടാകുമെന്നൊക്കെ കമല പറയുന്നുണ്ട്. അന്നേരം എനിക്ക് വട്ട് തന്നെയാണ്, ശാലിനിയുടെ കാര്യത്തിൽ എനിക്ക് ഭ്രാന്ത് തന്നെയാണ്, എല്ലാം അവസാനിപ്പിച്ചിട്ട് ഇയാളൊന്ന് മടങ്ങി വാടോ എന്നൊക്കെ വിഷ്ണു സങ്കടത്തോടെ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ ഇങ്ങ് നിറഞ്ഞൊഴുകയാണ്. ഫോൺ എറിഞ്ഞതുപോലെ തലേണയൊക്കെ എടുത്ത് താഴേക്ക് എറിയുന്നുണ്ട്. എന്നിട്ട് ശാലിനിയെക്കുറിച്ച് ഓർക്കുകയാണ്, അമ്പലത്തിൽ വെച്ച് കണ്ടതും അവിടെയൊക്കെ വെച്ച് കണ്ടതും ഒക്കെ ഓർത്ത് വിഷ്ണു അങ്ങ് വിങ്ങി പൊട്ടുകയാണ്. വിഷ്ണു എന്ത് ചെയ്യണം, ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ വിഷ്ണു കുറേ നേരം പെരുമാറുക ചെയ്യുന്നുണ്ട്. എന്നിട്ട് എങ്ങോട്ടൊന്നുമില്ലാതെ വിഷ്ണു റൂം വിട്ട് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് ശാലിനിയും അനുപല്ലയും ഒക്കെ പോകുന്ന കാർ ഇങ്ങനെ ആ റോഡ് ഒഴികെ പോകുമ്പോൾ ചൈന കോളേജിലെ സരോജവും കുറേ പെണ്ണുങ്ങളും കൂടി പോൾസൺ ഇങ്ങനെ ഓടിച്ച് തല്ലാനുള്ള ശ്രമമാണ്. റോഡിൽ പോൾസൺ ഓടുകയാണ്. പക്ഷെ ഓടി വന്ന ഈ പോൾസൺ ആണെങ്കിൽ ശാലിനിയുടെ കാറിൻ്റെ മുൻപിലാണ് വീഴുന്നത്. രാമേട്ടൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ട് നിർത്തുന്നുണ്ട്. പക്ഷെ സരോജമാണെങ്കിൽ കാറിനെയും ആൾക്കാരെയും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും വട്ടം കൂടിയ പോൾസനെ തല്ലുകയാണ്. അന്നേരം തല്ലല്ലേ ചേച്ചി, എന്നെ വിട് അമ്മച്ചി എന്നൊക്കെ വിളിച്ച് പോൾസൻ അങ്ങ് കരഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും നല്ല രീതിക്ക് പോൾസനെ കയ്യേറ്റം ചെയ്യുകയാണ്. ഇത് ശാലിനി കാണുകയാണ്. അന്നേരം അനുപല്ലവി ഈ കാറിൻ്റെ ഫ്രണ്ടിലെ ബോണറ്റിൽ ഇങ്ങനെ കയ്യും കൊടുത്ത് ഇങ്ങനെ നേതൃത്വം വഹിക്കുന്നത് പോലെ സരോജൻ നിൽക്കുകയാണ്. ബാക്കി എല്ലാവരുമാണ് ഈ പോലീസിനെ തല്ലുന്നത്. അന്നേരം അനുപല്ലവി പറയുന്നുണ്ട് ഇവർക്കിത്തിരി അഹങ്കാരം കൂടുതലാണ്, നഗരസഭയുടെ ഒരു ഭാഗം ഭരിക്കുന്നത് ഇവരാണ്, ചൈന കോളനിയിലെ പെണ്ണുങ്ങളാണ്, എന്ത് തോന്നിയാസം കാണിക്കും എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. തുടർന്ന് ശാലിനി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സരോജം എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അന്നേരം കളക്ടർ മാഡം എന്നിങ്ങനെ തിരിയുമ്പോൾ ഇതെന്താ അയാളെ വീട്, അയാൾ എന്തിനാ തല്ലുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നും പോൾസനം കുതറി മാറുന്നുണ്ട്, അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ്. അന്നേരം അവൻ രക്ഷപ്പെട്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്താ ഇത്, എന്ത് അതിക്രമവും കാണിക്കാമെന്നാണോ നിങ്ങളുടെ വിചാരം എന്നൊക്കെ ചോദിക്കുമ്പോൾ സരോജങ്ങ് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ നിന്നേ ഒരു നടു റോഡിൽ ഒരു ചെറുപ്പക്കാരനെ ഇത്രയും തല്ലിയിട്ട് അതിൻ്റെ കോൺസിക്വൻസ് ഒന്നും അനുഭവിക്കാതെ അങ്ങ് പോവുകയാണോ, പോലീസിനെ വിളിക്കും, ഇതിൻ്റെ ബാക്കി ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പിന്നെ എന്താണ് വേണ്ടത് മാഡം എന്നിങ്ങനെ സരോജൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ എന്താണ് വേണ്ടതെന്നോ, നിങ്ങൾ ഈ കാണിച്ച അതിക്രമമല്ലേ, ഞാൻ പോലീസിനെ വിളിക്കാം, കാൾഡ് പോലീസ് എന്ന് അനുപല്ലവിയോട് പറയുകയാണ്. അനുപല്ലവി പോലീസിനെ വിളിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം പിന്നെ സരോജ അങ്ങ് അത്രയും നേരം സങ്കടപ്പെട്ട് തലകുനിച്ച് നിൽക്കുകയായിരുന്നു ശാലിനിയുടെ മുമ്പിൽ. പക്ഷേ സരോജൻ പെട്ടെന്ന് പറയുകയാണ് പോലീസിനെ, പട്ടാളത്തിലെ ആരെ വേണമെങ്കിലും വിളിക്ക്, ചൈന കോളനിയിലേക്ക് ആകെ ഒരു റോഡാണുള്ളത്, ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മദ്യവും മയക്കുമരുന്നും ഒക്കെ കൊടുത്ത് മയക്കി കിടത്തിയിട്ട് പെണ്ണുങ്ങളുടെ മാനത്തിന് വില പറയുന്നവരെ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ചൈന കോളനിയിലേക്ക് ഒരു റോഡാണ് ഉണ്ടായിരുന്നത്, അത് ഈ പോൾസനും ടീമോ ഈ ഇവന്മാരൊക്കെ ഒറ്റ രാത്രി കൊണ്ട് മതിൽ കെട്ടി അടച്ചു, ഒരു ആളുകൾക്ക് ഒരു ജീവൻ വരെ, ഒരു കുഞ്ഞു ജീവൻ വരെ നമുക്ക് നഷ്ടമായി, നമ്മുടെ നിത്യമോൾ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണ്. അന്നേരം 3 വയസ്സുള്ള കുട്ടിയാണ്, കൊച്ചു പനിച്ച് വിറച്ച് കിടന്നപ്പോൾ കോളനിയിലേക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഒരാൾ
ഒരാളും വരാനായിട്ട് സാധിച്ചില്ല. ഒരു ഡോക്ടർ വിളിച്ച് വരുത്തിയപ്പോൾ ആ ഡോക്ടറെയും ഒരു ഭീഷണിപ്പെടുത്തി ഓടിച്ചു. ചുക്കുകാപ്പി കൊടുത്തും തുണിയിൽ നെറ്റിയിൽ തുണി നനച്ചും ഒക്കെ നമ്മൾ വെളുക്കുവോളം കാത്തിരുന്നു. പക്ഷെ പെട്ടെന്ന് നമ്മൾ വെളുക്കാറായപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി. അത് രാവിലെ ഈ നിത്യമയുടെ അമ്മയുടെ സുലോചന ചേച്ചിയുടെ കരച്ചിൽ കേട്ടാണ് ഞങ്ങൾ ഉണർന്ന് നോക്കുമ്പോൾ നിത്യമയുടെ ശരീരം തണുത്ത് വിറങ്ങലിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇവന്മാരൊക്കെ മുട്ടുകാല് തല്ലി ഒടിക്കുകയല്ലേ വേണ്ടത്? ചൈന കോളനി എന്ന് പറയുന്ന ഒരു കുടുംബമാണ് എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് അതിൻ്റെ സീരിയസ് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുകയാണ്. തുടർന്ന് ഇതേ സമയം കോൾ കണക്റ്റായി എന്നിങ്ങനെ അനുപല്ലവി പറയുമ്പോൾ ശാലിനി പെട്ടെന്ന് ഫോൺ വാങ്ങിക്കുന്നുണ്ട്. കമ്മീഷണർ കളക്ടർ ഹിയർ എന്ന് പറയുന്നുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം, ഒരു അറസ്റ്റ് തന്നെ വേണ്ടിവരും എന്നൊക്കെ പറയുമ്പോൾ സരോജൊക്കെ ആ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവർക്കെതിരെയാണ് നടപടി എന്ന് ഉദ്ദേശിച്ചിട്ട്. എന്നിട്ട് നിങ്ങളെ ശല്യം ചെയ്യുന്നത് ആരാണ് എന്നിങ്ങനെ ശാലിനി സരോജത്തോട് ചോദിക്കുമ്പോൾ പോൾസനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പെട്ടെന്ന് ഓർക്കുന്നുണ്ട് പോൾസനെ. എന്നാൽ ശ്യാമയുടെ കേസിലും രാജീവിൻ്റെ കേസിലും രാജീവിനെ തല്ലിയതും ആ കേസൊക്കെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ പപ്പിമോളെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയ പോൾസണാണല്ലോ. ആ സംഭവങ്ങളൊക്കെ മനസ്സിലൂടെ ഓർത്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പോൾസനെയും ഗ്യാങ്ങിനെ അറസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ കളക്ടർ ഓർഡറാണെന്ന് പറയുകയാണ്. ഈ സമയത്താണ് കമലിനാണെങ്കിൽ ആ വണ്ടിയും തള്ളിക്കൊണ്ട് അതുവഴി വരുമ്പോൾ കുറച്ച് പിന്നിലായിട്ടാണ് കമലൻ നിൽക്കുന്നത്. അന്നേരം കമലൻ പെട്ടെന്ന് നോക്കുമ്പോൾ ശാലിനിയെ കാണുകയാണ്. അന്നേരം ഏട്ടത്തിയമ്മ, അപ്പോൾ എനിക്ക് തോന്നിയതല്ല, ആശാനും തോന്നിയതൊന്നുമല്ല, ഇത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് എൻ്റെ ഏട്ടത്തിയമ്മയെ തിരക്കി എങ്ങും പോകണ്ട, അവൾ ഇവിടുത്തെ കളക്ടറാണ് എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞത് ഇങ്ങനെ ഓർമ്മിച്ച് കമലിനാണെങ്കിൽ ആ ഒരു ഷോക്കിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് അന്തം വിട്ട് ശാലിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ശബ്ദവും പുറത്ത് വരുന്നില്ല, അനങ്ങാനും കമലിന് സാധിക്കുന്നില്ല. തുടർന്ന് ശാലിനിയാണെങ്കിൽ സരോജത്തോട് ചോദിക്കുന്നുണ്ട്, ഈ പോൾസനും ടീമിന് നിങ്ങൾക്ക് ചൈന കോളനിയോട് എന്താ ഇത്ര ദേഷ്യമെന്ന്. അന്നേരം അവർക്കല്ല ദേഷ്യം, അമിത് ഗ്രൂപ്പിനാണ് ദേഷ്യം. അവർക്കാണെങ്കിൽ നമ്മളെ ഒഴിപ്പിച്ചിട്ട് അവിടെ ഒരു ഫ്ലാറ്റ് കെട്ടാനുള്ള ശ്രമത്തിലാണ്. അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നതാണ് ഈ പോൾസിനെയും ടീമിനെയും എന്ന് പറയുകയാണ്. അന്നേരം പാവങ്ങളുടെ കൂര പൊളിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ മേളിൽ ഒരു അമിത് ഗ്രൂപ്പും അവിടെ ഫ്ലാറ്റൊന്നും കെട്ടാനായിട്ട് പോകുന്നില്ല, ഞാനുണ്ട് കൂടെ എന്നിങ്ങനെ സരോജത്തിൻ്റെ തോളിൽ കൈവച്ച് ശാലിനി പറയുകയാണ്. അന്നേരം നന്ദിയുണ്ട് മാഡം എന്ന് പറഞ്ഞ് സരോജ ഇങ്ങനെ തൊഴുകയാണ്. അന്നേരം ആ കൈയൊക്കെ അങ്ങ് ശാലിനി പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞ് കാറിലേക്ക് കയറാൻ നേരെ ശാലിനി പറയുന്നുണ്ട്, സരോജ മെമ്പറെ ഒന്ന് ഓർമ്മിക്കണം, മെമ്പർ ഒരു ജനപ്രതിനിധിയാണ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ ഓടിച്ചിട്ട് തല്ലുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറയുകയാണ്. അന്നേരം സോറി മാഡം എന്നിങ്ങനെ പറയുകയാണ്. എന്ന് ശാലിനി ചിരിച്ചിട്ടും കാറിലേക്ക് കയറുന്നുണ്ട്. അന്നേരമാണ് പെട്ടെന്ന് കമലിനങ്ങ് ബോധം വരുന്നത് ശാലിനിയെ കണ്ടു എന്നുള്ളത്. കമലൻ പെട്ടെന്ന് വണ്ടി സ്റ്റാൻഡ് അടിച്ച് വച്ചിട്ട് ഈ വണ്ടിയുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷേ അതിനോടകം തന്നെ ശാലിനി കാറിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. രമേട്ട പെട്ടെന്ന് പോകാം, സമയം ലേറ്റായി എന്ന് പറയുന്നുണ്ട്. തുടർന്ന് സ്പീഡിന് ഈ വണ്ടി എടുത്ത് പോവുകയാണ്. കമലൻ പിന്നാലെ ഓടുന്നുണ്ട്. സരോജൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കമലിന് ഓടുന്നത്. ഇതിന് എടുത്തമ്മേ വണ്ടി നിർത്തുക എന്നൊക്കെ പറഞ്ഞ് കമലൻ പിന്നാലെ ഓടുന്നുണ്ട്. പക്ഷേ കാറിൻ്റെ പുറകെ എത്ര ഓടിയെത്താനാണ്. കുറച്ച് ദൂരം കഴിയുമ്പോൾ വണ്ടി സ്പീഡിന് പോകുന്നുണ്ട്. കമലൻ തളർന്നവിടെ നിൽക്കുകയാണ്. തുടർന്ന് കാറിനകത്തിരുന്ന് അനുപല്ലവി ശാലിനിയോട് പറയുന്നുണ്ട്, ഈ അമിത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് കമ്പനിയാണ്, അവരോട് കൊമ്പ് കോർക്കുന്നത് സൂക്ഷിച്ച് വേണം, ഒരുപാട് പിടിപാടൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ്, രാജ്യത്തെമ്പാടുമുള്ള ഫ്ലാറ്റുകളും വില്ലകളും ഒക്കെ കോർത്ത് വെച്ചാൽ ആ കുരുന്നിൻ്റെ ജീവൻ തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സോറി മാഡം എന്നിങ്ങനെ അനുപല്ലവി പറയുകയാണ്. തുടർന്ന് അനുപല്ലവി പറയുന്നുണ്ട്, സീമുമായിട്ടൊരു വീഡിയോ കോൺഫറൻസ് ഉണ്ടെന്ന്. അന്നേരം എത്ര മണിക്കും ചോദിക്കുമ്പോൾ 10 മണിക്കെന്ന് പറയുകയാണ്. അന്നേരം 10 മണിക്കെന്ന് ചോദിക്കുമ്പോൾ അവിടെ ചടങ്ങ് 11 മണിക്കല്ലേ, ഇത് 10 മണിക്കാണ്. ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായ സങ്കടം വന്നവരുടെയൊക്കെ ഫണ്ട് കൊടുക്കുന്നതിനുള്ള കണക്ക് അവതരിപ്പിക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി, നമ്മൾ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ആ പണം ചിലപ്പോൾ എന്നിങ്ങനെ പറയുമ്പോൾ രാജ്യത്തിൻ്റെ കാര്യം മതി ആദ്യം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ കാര്യം മതി ആദ്യം എന്ന് പറയുകയാണ്. അന്നേരം 11 മണിക്ക് അവിടെ എത്താമെന്നുള്ളൊരു ഉദ്ദേശമാണ് ശാലിനിക്ക് അവിടെ. രാമേട്ട കളക്ട്രേറ്റിലേക്ക് എന്നിങ്ങനെ ഡ്രൈവറോട് ശാലിനി പറയുന്നുണ്ട്. ഇതേസമയം കമലിനാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ്. പക്ഷേ ആ തറയിൽ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ ഫോൺ അവിടെ തന്നെ കിടക്കുകയാണ്. റൂമിലാണെങ്കിൽ വിഷ്ണു ഇല്ല. ഒരുപാട് തവണ കമലം വിളിക്കുന്നുണ്ട്, ശനി ഒന്ന് ഫോൺ എടുക്കുക പ്ലീസ് എന്നും പറഞ്ഞാണ് ഓരോ തവണയും കമലം ഫോൺ ചെയ്യുന്നത്. പക്ഷേ ആരെടുക്കാനായിട്ട്, ഫോൺ അവിടെ നിലത്ത് വീണ് കിടക്കുകയാണ്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ രാഘവൻ നായരും പിള്ളയും ശ്യാമയും രോഹിത്തും പൊന്നിയും പപ്പിയും ഒക്കെ ഹാളിലുണ്ട്. അന്നേരം അവർക്കെല്ലാവർക്കും ഒരു ആകെമുഖമായൊരവസ്ഥ തന്നെയാണ്. രോഹിത് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇത് മുടക്കാനായിട്ട് യാതൊരു വഴിയുമില്ലേന്ന്. അന്നേരം ഒരു തവണ മുടങ്ങിപ്പോയതല്ലേ, അപ്പോൾ ഇത് മുടക്കാതിരിക്കാൻ അവളെല്ലാം നേരത്തെ കൂട്ടി കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ഒരു വിഷമത്തിൽ അവരെല്ലാവരും ഇരിക്കുന്നുണ്ട്. ഈ കുഞ്ഞിൻ്റെ മുഖത്താണ് കൂടുതൽ വിഷമം, പപ്പിമോളുടെ. ഈ സമയത്ത് സത്യഭാമ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എല്ലാവരും എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, പെണ്ണിൻ്റെ
വീട്ടുകാരും പെൺകൂട്ടരും ഒക്കെ ഇപ്പോൾ എത്തുമെന്ന് പറയുകയാണ്. അന്നേരം 10 മണി ആയതല്ലേ ഉള്ളൂ, 11 മണിക്കല്ലേ അവർ വരുമെന്ന് പറഞ്ഞതെന്ന് രാഘവൻ ചോദിക്കുകയാണ്. അന്നേരം 11 മണിക്ക് രാഹുകാലം തുടങ്ങും. അവരും ഓർത്തില്ല, ഞാനും ഓർത്തില്ല, ഇപ്പോഴാണ് ഓർത്തത്, സംസാരിച്ചപ്പോൾ അവർക്കും അസൗകര്യമൊന്നും ഇല്ല, ഇപ്പോൾ ഇങ്ങ് വരും എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം ശ്യാമ ഓർക്കുകയാണ്, അയ്യോ കുഞ്ഞേച്ചിയോട് 11 മണിയെന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ വന്നാൽ എന്ത് ചെയ്യുമെന്നാ. അപ്പോൾ കുഞ്ഞേച്ചി വരുന്നതിന് മുമ്പേ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്യാമ പെട്ടെന്നങ്ങ് സത്യഭാമയോട് ചോദിക്കുകയാണ്, അത് ഇങ്ങനെ ശരിയാവും സത്യാമ്മേ, 11 മണിക്ക് വരുമെന്ന് പറഞ്ഞു, ഒരു 10 മണിക്ക് വന്നാൽ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭാമ ഇങ്ങനെ നോക്കിയാണ് സംശയത്തോടെ ശ്യാമയെ. അതെന്താടി നേരത്തെ വന്നാൽ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ ഉത്തരവില്ലാതെ നിൽക്കുകയാണ്. അതേസമയം കാറിൽ കളക്ടറേറ്റിലേക്ക് പോകുന്ന ശാലിനിയും കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് എപ്പിസോഡ്. അപ്പോൾ ഈ വീഡിയോ കോൺഫറൻസ് നടക്കുമ്പോൾ സമയം കുറച്ച് ഇത്രയേ ഉള്ളൂ. പുതിയ എപ്പിസോഡ് കോൺഫറൻസ് നടക്കുമ്പോൾ സമയം കൂടുതൽ അങ്ങോട്ട് നീണ്ടു പോവും. ശാലിനിക്ക് ആ ടൈമിൽ എത്താൻ കഴിയില്ല. അപ്പോൾ ഇവിടെ പെണ്ണ് കാണൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളതും ശാലിനി എത്തുമോ എന്നുള്ളതും, ഈ സമയത്ത് കമലം വീട്ടിലേക്ക് വരും, വിഷ്ണുവിനെ അറിയിക്കും ശാലിനിയെ കണ്ട് എന്നുള്ളതും ഒക്കെ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡുകളിൽ ഉടൻ തന്നെ വിഷ്ണുവും ശാലിനിയും തമ്മിൽ നേരിട്ട് കാണുന്ന എപ്പിസോഡുകളാണ്. ശാലിനി സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്ന എപ്പിസോഡുകളൊക്കെയാണ്. ഓക്കെ.